Mr. Narendra Modi is a compromised Prime Minister. നിങ്ങൾക്കറിയാം ഈ രാജ്യത്തെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഒരു കീഴടങ്ങിയ ഒരു പ്രൈം മിനിസ്റ്ററാണ്. If you see the details of the US-India deal, you will find that no Indian Prime Minister could sign this deal unless he was compromised. നിങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡീല് നിങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിക്കും അത്തരത്തിലൊരു കരാറിൽ ഒപ്പുവെക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാകും. He has opened the entire agricultural sector to American farmers. നമ്മുടെ ഈ രാജ്യത്തെ മുഴുവൻ കാർഷിക രംഗവും അദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി ആ ഒരു ട്രേഡ് ഡീലിലൂടെ തുറന്നു കൊടുത്തിരിക്കുകയാണ്. He has given up our energy security to the Americans. നമ്മളുടെ ഊർജ മേഖല, ഊർജ സുരക്ഷ അദ്ദേഹം ഈ കരാറിലൂടെ കോംപ്രമൈസ് ചെയ്തിരിക്കുന്നു. Today, India cannot buy oil from who it wants. ഇന്ന് ഇന്ത്യക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രാജ്യത്ത് നിന്ന് എണ്ണ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. It has to take permission to buy oil. നമുക്ക് എണ്ണ വാങ്ങണമെങ്കിൽ നമ്മൾ അനുമതി മേടിക്കണം. Prime Minister has also committed to Mr. Trump that he will buy 9 lakh crores of American products every year. അതെ, നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞു 9 ലക്ഷം കോടി രൂപയുടെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Imagine the result of this on our small and medium industry. ആ കരാറിലുള്ള ഇത് കാരണം നമ്മുടെ ചെറുകിട വ്യവസായത്തിലും ചെറുകിട വ്യാപാര രംഗത്തും ഉണ്ടാകാൻ പോകുന്ന ഒരു ദുരന്തം എന്താണെന്ന് മനസ്സിലാക്കണം. He has handed over India's entire data to the United States. They can use it and they can store it wherever they want. ഇന്ത്യയുടെ മുഴുവനായിട്ടുള്ള ഡാറ്റയും അമേരിക്കയ്ക്ക് അടിയറ വെച്ചിരിക്കുകയാണ്, വിൽപ്പന നടത്തിയിരിക്കുകയാണ്. അവർക്ക് എവിടെയാണോ അത് ശേഖരിക്കേണ്ടത്, അവർക്ക് എവിടെയാണോ അത് വെക്കേണ്ടത്, അവരുടെ ഇഷ്ടാനുസരണം അത് ചെയ്യാം. And the only reason he has done this is because he has been compromised by the United States and by President Trump. അതിന്റെ ചെയ്യുന്നതിന്റെ ഒരേ ഒരു കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന് മുമ്പിൽ